ഇത് നമ്മുടെ ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്മസ് കേക്ക്. ലോർഡ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ നമുക്ക് ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു കേക്ക് ഉണ്ടാക്കാം. അധികം ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതുപോലത്തെ ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കുരു കളഞ്ഞ് കിട്ടുന്ന ഈ ഡേറ്റ്സ് ആണ്. അത് കുറച്ച് ഞാനിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/4 കിലോ ഉണ്ട്. അതുപോലെ തന്നെ 1/4 കിലോ ക്യാരറ്റ് അത് ഇതുപോലെ ചെറിയ ഗ്രേറ്ററിൻ്റെ ചെറുതിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതുണ്ട്. മുട്ട എടുത്തിട്ടുണ്ട്. വാനില എസൻസ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ ഓൾ പർപ്പസ് ഫ്ലോറ്, പഞ്ചസാര, എണ്ണ, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് ഇച്ചിരി കുറച്ച് പഞ്ചസാര ഒന്ന് കരിക്കണം. അതൊന്ന് കരിച്ച് കഴിഞ്ഞിട്ട് കാരമൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു പാത്രത്തിനകത്തേക്കൊരു 1/4 കപ്പായിട്ടിരിക്കുന്നത് പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി ഒന്ന് കാരമലായിട്ട് വരട്ടെ. ഇപ്പോൾ എല്ലാം പഞ്ചസാരയൊക്കെ ഒലിച്ച് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പയ്യെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്ത് ഇനി പതിയെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഡേറ്റ്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഷുഗർ കാരമൽ ഒന്ന് തണുക്കുന്ന സമയം കൊണ്ട് ഇന്നത്തെ ദൈവവചനം എന്തെന്നും കൂടെ ഒന്ന് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:3 യേശു തമ്പുരാൻ ഇപ്രകാരം പറയുന്നു: പുതിയതായി ജനിച്ചില്ല എങ്കിൽ ആരും ദൈവരാജ്യം കാണുകയില്ല എന്ന്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ഒരുത്തനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ കർത്താവിനെ സ്വീകരിക്കുകയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇങ്ങനെയുള്ളവരെ സഹായിക്കട്ടെ. പൊടിയിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 പ്രാവശ്യം നല്ലതായിട്ട് അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കണം. അപ്പോൾ അതിനകത്തിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കാം. അതെല്ലാം മിക്സ് ചെയ്യാനായിട്ടാണ്. ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം പൊടിയുടെ കൂടെ ഒരുപോലെ വയ്ക്കാനായിട്ടാണ്. കാരമലിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ട് വെക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് തലേദിവസം ഇതെല്ലാം ഇത് ചെയ്ത് വെക്കാവുന്നതാണ്. കാരമൽ ചെയ്ത് ഇത് ഇളക്കി അവിടെ ഇരിക്കട്ടെ. തലേദിവസം ഇട്ട് വെച്ചാൽ ഒന്ന് സോക്കായിട്ടിരുന്നോളും. മാറിയിരിക്കട്ടെ. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഇനി അത് പതിയൊന്ന് ബീറ്റ് ചെയ്ത് ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വേണം. പിന്നെ നമുക്ക് ഹൈ സ്പീഡിലിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്ലഫിയായിട്ട് അതിന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുത്തിങ്ങനെ ബീറ്റ് ചെയ്ത് നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇച്ചിരി പഞ്ചസാരയും കൂടെ ഉണ്ട്, അതും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് ഒരു 1.5 കപ്പ് ഓയിലാണ്. ഇത് കനോള ഓയിലാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ എടുക്കരുത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് ബീറ്റർ കൊണ്ട് ചെയ്യരുത്. പതിയെ അത് ഇത് കൊണ്ട് ഇളക്കി കൂട്ടിയാൽ മതി. മിക്സ് ചെയ്തതിനകത്തേക്ക് നമുക്ക് പൊടി കുറേശ്ശെ ഇട്ടിട്ട് ഒന്നുകിൽ കൈകൊണ്ട് ഇളക്കാം. ഞാനിപ്പോൾ കൈ കൊണ്ടല്ല ഇളക്കുന്നത്, ഞാൻ ഇതുകൊണ്ട് സ്പോട്ടിൽ കൊണ്ട് പതിയെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത്
ഇങ്ങനെ എടുക്കണേ ഉള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് പൊടി കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഡേറ്റ്സ് ഇതാക്കി വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം. അതിട്ട് ഒന്ന് ഇളക്കാം. അതുപോലെ നമ്മുടെ ക്യാരറ്റും കുറേശ്ശിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ അല്പം എണ്ണ ഇത് എല്ലായിടം പുരട്ടിയിട്ട് നമുക്ക് ഇച്ചിരി പൊടിയിട്ട് കട്ട് ചെയ്യാൻ മതി. എല്ലാവർക്കും അറിയാം. ഇച്ചിരി പൊടി ഇട്ടിട്ടൊന്ന് എല്ലായിടം ഒന്ന് ഇങ്ങനെയൊന്ന് ചുറ്റിച്ചാൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് ഒരു പേപ്പറും കൂടെ ഇടണം അടിയിൽ. നമുക്കിത് പാത്രത്തിനകത്തേക്ക് ബേക്ക് ചെയ്യാനുള്ളതിനകത്തേക്ക് ഒഴിക്കാം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് നട്ട്സും കിസ്മിസും ഒക്കെ ഇടണമെങ്കിൽ അതെല്ലാം ഇടാം കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ പിള്ളേരൊന്നും അതൊക്കെ ഇട്ടാൽ കഴിക്കില്ലാത്ത കാരണം അത് ഇടുന്നില്ല. ഇപ്പോൾ 2 പാത്രത്തിനകത്ത് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനിയിപ്പോൾ ഓവനില്ലാത്തവർക്ക് സ്റ്റൗവിലാണെങ്കിലും കുക്കറിലോ അല്ലെങ്കിൽ അലുമിനിയം പാത്രത്തിനകത്തോ ഒക്കെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഇനി ഇതൊരു 35 മിനിറ്റ് വയ്ക്കാം. അത് ഓരോരുത്തരുടെ ഓവൻ്റെ ഇതനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ 350 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചിലവ് കുറച്ചുണ്ടാക്കാൻ പറ്റിയൊരു ക്രിസ്മസ് കേക്ക്. ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇടാം കേട്ടോ, നട്ട്സൊക്കെ. അപ്പോൾ ഇത് എല്ലാവരും ഈ ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കുക. വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരമേറിയ ചിറകിനടിയിൽ നമ്മെ എവരെയും കാത്ത് സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.